നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അപ്പൻഡിസൈറ്റിസ് എന്ന് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയിലോട്ട് പോകുന്നതിന് മുന്നേ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ചെറുകുടൽ അവസാനിക്കുന്ന ഭാഗം, വൻകുടൽ തുടങ്ങുന്ന ഭാഗം, ആ ഭാഗത്തെ ആണ് ഇലിയോ സീക്കൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവം ഉള്ളത്. നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും അപ്പൻഡിക്സ് എന്ന് അവയവത്തിന് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല. അപ്പൻഡിക്സിൻ്റേതായ തന്നെ ചില പ്രവർത്തന രീതികളുണ്ട്. പ്രധാനമായും ചില ദ്രവ്യങ്ങളും രാസവസ്തുക്കളുമാണ് നമുക്ക് അപ്പൻഡിക്സിൽ നിന്നും ഉണ്ടാവുന്നത്. ഈ ദ്രവ്യങ്ങൾ നമ്മുടെ സാധാരണമായ കുടലിൻ്റെ അനക്കത്തിന് വളരെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സാധാരണമായ അപ്പൻഡിക്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങേണ്ടത്. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന അസുഖം എങ്ങനെ വരുന്നു? ഈ അസുഖം പ്രധാനമായും കണ്ടുവരുന്നത് കുട്ടികളിലാണ്. മുതിർന്നവരിലും ഉണ്ടാവാറുണ്ട്, പക്ഷേ എന്നാലും വിരളമാണ്. കുട്ടികളിൽ നമുക്കറിയാം, പൊതുവേ ഈ പറയുന്ന പച്ചക്കറി വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെ ചിലർക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഈ വസ്തുക്കളുടെ അഭാവം കാരണം തന്നെ നമുക്ക് കുടലുകളിലെ അനക്കം ഒന്ന് കുറയും. അപ്പോൾ ഈ അനക്കം കുറയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് നമ്മുടെ കുടലിനകത്ത് തന്നെ ബാക്ടീരിയ അണുക്കൾ നോർമലായിട്ടുണ്ട്. ആ അണുക്കൾ നമുക്ക് സഹായകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമായും കൊഴുപ്പിൻ്റെ ദഹനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയയാണ് ഇത്. പക്ഷേ ഈ അനക്കം കുറയുന്നതനുസരിച്ച് ഈ ബാക്ടീരിയകളിൽ തന്നെ ചിലത് നമ്മുടെ ശരീരത്തിനെതിരെ തിരിയും. അല്ലെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവത്തിൽ പോയി അടിഞ്ഞുകൂടുകയും അവിടെ അണുബാധ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകും. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അനക്കം കുറയുന്നത് കൊണ്ട് നമുക്ക് മലം ഉണ്ടാവുന്ന അല്ലെങ്കിൽ സ്റ്റൂൾസ് ഉണ്ടാവുന്ന രീതി വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ മലം കട്ടിയാവുന്നു. അപ്പോൾ വൻകുടലിൻ്റെ തുടക്ക ഭാഗത്തിൽ തന്നെ ഈ കട്ടിയായ മലത്തിൻ്റെ ചില കഷ്ണങ്ങൾ പോയി അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവത്തെ ബ്ലോക്ക് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു. അതുവഴിയും അപ്പൻഡിക്സിനകത്തുള്ള അണുക്കൾ തന്നെ വീണ്ടും അണുബാധ ഉണ്ടാക്കുകയും അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയിലോട്ട് പോകുന്നു. ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അടുത്ത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഇതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് വയറുവേദന തന്നെയാണ്. ആദ്യം പൊക്കിളിൻ്റെ അവിടെ തുടങ്ങിയ വേദന വയറിൻ്റെ കീഴ്ഭാഗത്ത് വലത്തോട്ട് വരുന്നു. അതാണ് വേദനയുടെ സഞ്ചാരപദം. അടുത്ത രോഗലക്ഷണം ഛർദിയാണ്. മൂന്നാമത്തെ രോഗലക്ഷണം ചെറിയ ലോ ഗ്രേഡിൽ പനി വരുന്നതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള വസ്തു, നമുക്ക് ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതിനോടൊരു വെറുപ്പ് തോന്നുക, അനറക്സിയ എന്ന് പറയും. ഇതൊക്കെയാണ് പ്രധാനമായ രോഗലക്ഷണങ്ങൾ. അപ്പോൾ നമുക്ക് ഈ രോഗലക്ഷണങ്ങളുള്ളപ്പോൾ നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നു. അപ്പോൾ ഡോക്ടർ വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്കിത് ഡയഗ്നോസിസിലെത്താം. ഒരു ബ്ലഡ് ടെസ്റ്റും നമ്മൾ സാധാരണമായി ചെയ്തു വരുന്ന അൾട്രാസൗണ്ട് സ്കാനും തന്നെ ധാരാളമാണ്. ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കൗണ്ടുകൾ, ഈ അണുബാധ കാരണമുള്ള ടോട്ടൽ കൗണ്ട് കൂടിയിരിക്കുന്നതും, സ്കാനിൽ നമ്മൾ പ്രധാനമായി നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥിയുടെ ചുറ്റും നീർവീഴ്ച വന്നിട്ടുണ്ടോ, അവിടെ അണുബാധയുടെ ലക്ഷണമുണ്ടോ. രണ്ട്, അപ്പൻഡിക്സിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തടസ്സങ്ങൾ എന്തെങ്കിലും, ഈ മലത്തിൽ തന്നെ ഉള്ള ചെറിയ ചെറിയ കല്ലിൻ്റെ അംശങ്ങൾ വന്നിട്ടുള്ള തടസ്സങ്ങളുണ്ടോ, ഫീക്കോലിത്ത് എന്ന് പറയുന്നത്, അതിന് ഫീക്കോലിത്തുകളുണ്ടോ എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് സ്കാനിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡയഗ്നോസിസിലെത്തി. അതായത് കുട്ടിക്ക് അല്ലെങ്കിൽ ആ രോഗിക്ക് അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖമാണ്. അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖത്തിന് ചികിത്സ ശസ്ത്രക്രിയ തന്നെയാണ്, അപ്പൻഡിസെക്ടമി എന്ന് പറയും. ഇന്നത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ ഏറ്റവും നൂതനമായ ശസ്ത്രക്രിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ തന്നെയാണ്. ലാപ്രോസ്കോപ്പി വഴി തന്നെ നമുക്ക് അപ്പൻഡിസെക്ടമി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ വരാവുന്ന രണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ. ഒന്ന്, ഇത് കൃത്യമായ സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവത്തിൻ്റെ അറ്റഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ പഴുപ്പ് കുടലിൻ്റെ എല്ലാ ഭാഗത്തോട്ട് ബാധിക്കുകയും അത് വലിയൊരു അസുഖത്തിലോട്ട് പോവുകയും ചെയ്യും. രണ്ട്, ഈ പറയുന്ന അണുബാധയും ബാക്കി കാര്യങ്ങളും വരുന്നത് കാരണം ഈ
അണുബാധ രക്തത്തിലോട്ട് കയറുകയും അത് കരളിൻ്റെ പ്രവർത്തനത്തെയും വൃക്കയുടെ പ്രവർത്തനത്തെയും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കാം. അപ്പോൾ ഈ 2 കോംപ്ലിക്കേഷൻസും ഇപ്പോൾ ഒരിക്കലും വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഡയഗ്നോസിസിലോട്ട് എത്തുക. ഞാൻ ഈ ചർച്ചയിൽ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് കീഴ്വയറ്റിൻ്റെ ഭാഗത്ത് വയറുവേദന വരിക, ഛർദി വരിക, പനി വരിക, അപ്പോൾ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കണം. ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ് എന്ന രോഗലക്ഷണം കണ്ടെത്തിയാൽ ഒരു ശസ്ത്രക്രിയ വിദഗ്ധൻ്റെ അടുത്ത് ചെല്ലുക. അദ്ദേഹം അതിൻ്റെ കൃത്യമായ ഡയഗ്നോസിസ് സ്കാൻ വഴി ചെയ്യുന്നു. അതിന് കൃത്യമായിട്ടുള്ള ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ ചെയ്തു തരുന്നു. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കോംപ്ലിക്കേഷനുകൾ ഒഴിവാക്കി നമ്മുടെ രോഗിക്ക് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നു.